പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളവേ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യയുടെ 17 ലക്ഷം ടണ്ണിലധികം ഇന്ധനവുമായി വന്ന കപ്പലുകൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായതോടെ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കാധാരമായ പേർഷ്യൻ ഗൾഫ് മേഖല ഇപ്പോൾ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. കടലിടുക്കിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് മാത്രം ഇന്ത്യയുടെ 22 കപ്പലുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 16.7 ലക്ഷം ടൺ ക്രൂഡ് ഓയിൽ, 3.2 ലക്ഷം ടൺ LPG, ഏകദേശം 2 ലക്ഷം ടൺ LNG എന്നിവയാണ് ഈ കപ്പലുകളിലുള്ളത്. ഈ 22 കപ്പലുകളിലായി ഉള്ള 611 ഇന്ത്യൻ നാവികരും നിലവിൽ സുരക്ഷിതരാണെന്ന് സർക്കാർ വ്യക്തമാക്കി. ഇവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമാണ്. ഇറാൻ ചില കപ്പലുകൾക്ക് കർശനമായ പരിശോധനകൾക്ക് ശേഷം കടന്നുപോകാൻ അനുമതി നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെയും ഗ്രീസിന്റെയും പാകിസ്ഥാന്റെയും ഓരോ കപ്പലുകൾ വീതം ഇത്തരത്തിൽ പുറത്തുകടന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യത്തിന്റെ 88%, LPGയുടെ 60% ഇറക്കുമതിയെ ആശ്രയിച്ചാണ്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് തുടർന്നാൽ രാജ്യത്ത് പാചകവാതകത്തിനും പെട്രോളിനും കടുത്ത ക്ഷാമമുണ്ടാകാൻ സാധ്യതയുണ്ട്. റഷ്യ, പശ്ചിമാഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ ഇന്ധനമെത്തിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെങ്കിലും LPG വിതരണത്തിൽ ഇപ്പോൾ തന്നെ ഭാഗികമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്.